ദ റൈറ്റർ അഭിലാഷ് പിള്ള. ഇരുവരെയും വേദിയിലേക്ക് എല്ലാവരുടെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യെസ്, സോ ആരിൽ നിന്ന് തുടങ്ങുന്ന ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് നടത്തി നമുക്കൊരു ആൽഫബറ്റ് ഓർഡറിൽ പോവാം അല്ലെ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിലാഷേനെ സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് സ്കൂളിലും കോളേജും പഠിച്ചിട്ട് ഇത് തന്നെയാണ് പ്രശ്നം. വൈവിക്കാണെങ്കിൽ ആദ്യം വിളിക്കും. എന്തായാലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിലേക്ക് വരുന്നു. അത് വരുമ്പോൾ ഇവിടുത്തെ എഴുത്തുകാർക്കും സംവിധായകർക്കും വലിയ സന്തോഷമാണ്. കാരണം ഈ കഥ പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ വഴി. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയും സ്ക്രിപ്റ്റ് റൈറ്റിംഗും പാട്ടെഴുത്തും മാത്രമേ ബാധക ബാക്കിയുള്ളതെന്ന് പറയുന്നത്. ഇത് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ബാധക നിൽക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. പിന്നെ ടോയി ഒന്നും പറയാനില്ല. കാരണം ഓരോ സിനിമയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ. ഇനിയും വലിയ വലിയ ഹിറ്റുകൾ തുറക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇതെല്ലാം. പിന്നെ അനുരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ അനുവും ഞാനും കൂടെ നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ കോഴിനെ പറ്റി എന്തോ എന്നത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു സംവിധായകൻ 2 വർഷത്തെ ഹാർഡ് വർക്ക് അതിപ്പം സംഭവിക്കാൻ പോകുന്നു. അതിനാണ് ഏറ്റവും വലിയ കൺഗ്രാറ്റ്സ്. 2 വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ടോവിയുടെ ഡേറ്റ് എടുത്ത് ഈ പടം ചെയ്യുന്നു. അത് വലിയ കാര്യം. പിന്നെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ് ചേരൻ സാറിന്റെ. എനിക്ക് ചേരൻ സാറുള്ളത് കാരണം 20 വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫ് കാണുന്നത്. അന്ന് ഗോപികനെ സാറ് അങ്ങോട്ട് കൊണ്ടുപോയി, ഇന്ന് ഞങ്ങൾ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായാലും അതിന് അനുരാജിന് കൺഗ്രാറ്റ്സ്. അതുപോലെ ഹീറോയിൻ ആയാലും റൈറ്ററാണ്. പുതിയ ഫസ്റ്റ് മൂവിയാണ്. അപ്പം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ റൈറ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുതിയ സിനിമ എന്ന് പറയേണ്ട ഒരു വലിയ റൈറ്റർ മലയാള സിനിമയിലേക്ക് വരുന്നതാണ് ഞാൻ കരുതുന്നത്. പിന്നെയും ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തുറക്കട്ടെ. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.